അപ്പോൾ ഇന്ന് നമ്മൾ ഇതേപോലത്തെ ഒരു ക്രീപ്പ് പേപ്പർ ഡോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ അഫോർഡബിൾ ആയിട്ടും ഈസി ആയിട്ടും മേക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഡോളാണിത്. അധികം സാധനങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല, മെയിൻലി ക്രീപ്പ് പേപ്പർ തന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായാലും റിലേറ്റീവ്സിനായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കൈകൊണ്ട് തന്നെ ഹാൻഡ് മെയ്ഡ് ആക്കി ഉണ്ടാക്കാൻ കൊടുക്കാൻ പറ്റിയൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഗിഫ്റ്റാണിത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അധികം സമയം വേണ്ട. സോ നമുക്ക് ഈ ഈസി ഡോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ഞാനിവിടെ പിങ്ക് കളർ ക്രീപ്പ് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ലൈൻസ് അടിയിലോട്ടായിരിക്കണം വരേണ്ടത്. ഇതേപോലെ അടിയിലോട്ടായിരിക്കണം വരേണ്ടത്. ഒരിക്കലും തന്നെ സൈഡിലോട്ടാക്കിയിട്ട് എടുക്കരുത്. ബിക്കോസ് നമ്മൾ സൈഡിലോട്ടാക്കി എടുക്കുമ്പം ഇതേപോലത്തെ സൈഡിലോട്ടാക്കി എടുക്കുമ്പം കട്ട് ചെയ്ത് വെച്ചാൽ നമുക്ക് ചുറ്റി കുട്ടും ശരിയാവത്തില്ല, അതേപോലെ വരത്തില്ല. പേപ്പർ വേണം, പിന്നെ ത്രെഡ് വേണം. എന്നിട്ട് ഈ ക്രീപ്പ് പേപ്പർ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ചുരുട്ടി കൂടിയിട്ട് അതിൻ്റെ ടോപ്പിൽ ത്രെഡ് ചുറ്റി കെട്ടുകയാണ് ചെയ്യുന്നത്. ഇനി അതവിടെ മാറ്റി വെച്ചിട്ട് സെയിം സൈസിലുള്ള വേറൊരു ക്രീപ്പ് പേപ്പർ എടുക്കാം. എന്നിട്ട് അതിൻ്റെ ബോട്ടമിലൊന്ന് കൈകൊണ്ട് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കാം. അത് ഫ്ലെയർ പോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രെച്ച് ചെയ്യുന്നത്. ഓവർ സ്ട്രെച്ച് ചെയ്തിട്ട് പേപ്പർ കീറുക. ഇനി 2 എൻഡ് നമ്മൾ ഗ്ലൂ കൊണ്ട് ഒട്ടിക്കുക, 2 സൈഡും ഒട്ടിക്കാം. എന്നിട്ട് ടോപ്പിൽ നീഡിൽ വെച്ച് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം, തുന്നി കൊടുക്കാം. സ്വീവിങ് മെഷീൻ വെച്ചിട്ട് തുന്നരുത്, കൈകൊണ്ട് തന്നെ തുന്നിയ വീഡിയോയിൽ കാണിക്കുന്ന പോലെ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നീഡിൽ വെച്ചിട്ടൊന്ന് തുന്നി കൊടുക്കാം. ഇനി അതിൻ്റെ നീഡിൽ ത്രെഡിന്ന് പൊട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് വലിക്കുക, ആ 2 ത്രെഡ്സിൻ്റെ അറ്റത്തുനിന്ന് വലിക്കുക. എന്നിട്ട് മറ്റേ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീപ്പ് പേപ്പർ അതിൻ്റെ ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് മറ്റേത് നന്നായിട്ട് ടൈറ്റിൽ വലിച്ചിട്ട് പിന്നെ ആക്കിട്ട് ടോപ്പിൽ ചുറ്റാണ് ചെയ്യുന്നത്. ഹാൻഡ്സിന് വേണ്ടിയിട്ട് 17 സെൻറ്റിമീറ്റർ വരുന്ന ഒരു ഹാർഡ് വയർ കട്ട് ചെയ്യുക. അതേപോലത്തെ ഒരു 5 പീസസ്, സെയിം സൈസിലുള്ള ഒരു 5 പീസസാണ് നമുക്ക് വേണ്ടത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ടോയ്ലറ്റ് പേപ്പേഴ്സോ ടിഷ്യൂ പേപ്പേഴ്സോ അല്ലെങ്കിൽ വൈറ്റ് ക്രീപ്പ് പേപ്പറും യൂസ് ചെയ്യാം. ഞാനിവിടെ ടിഷ്യൂ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ടിഷ്യൂ പേപ്പറിന് ഞാൻ ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെഷർമെൻറ്റ് നിങ്ങൾ സ്ക്വയർ പീസ് കട്ട് ചെയ്യാം. എന്നിട്ട് ഹാർഡ് വയറിൻ്റെ ബോട്ടമിലും ടോപ്പിലും അത് ചുറ്റി കൊടുക്കുക.
5 അതേപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് ബാക്കി ഉള്ള കാണുന്ന ഭാഗങ്ങളൊക്കെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് കവർ ചെയ്യുക. ടിഷ്യൂ പേപ്പറോ ക്രീപ്പ് പേപ്പറോ നിങ്ങളെന്താ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് വെച്ചിട്ട് ചുറ്റി കൊടുക്കുക, കവർ ചെയ്ത് കൊടുക്കുക. ഇനി ഹാൻഡ് ഫ്രോക്കിൻ്റെ ടോപ്പിൽ ഗ്ലൂ വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഹാൻഡിന് യൂസ് ചെയ്ത ആ സെയിം പേപ്പർ വെച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഹെഡും ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഒരു കോട്ടൺ എടുത്തിട്ട് അത് റോളാക്കി വെക്കുക. നിങ്ങൾക്കിപ്പോൾ ഹെഡിൻ്റെ സൈസ് എത്ര വേണോ അത്രയും കോട്ടന് നിങ്ങൾ എടുക്കുക. എന്നിട്ട് ത്രെഡ് വെച്ചിട്ട് ആ കോട്ടൺ ഒന്ന് ഒതുക്കി വെക്കുക. ഇനി ആ ടിഷ്യൂ പേപ്പർ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യുക. ട്വിസ്റ്റ് ചെയ്തിട്ട് ആ ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിൽ നിങ്ങൾ കോട്ടൺ വെക്കുക. എന്നിട്ട് 2 ഭാഗവും കൂട്ടി ഒരു ത്രെഡ് വെച്ചിട്ട് ടൈറ്റാക്കി കെട്ടുക. ഇനി അതിൻ്റെ അടിയിൽ ആ ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് ഗ്ലൂ തേക്കുക. എന്നിട്ട് നമ്മൾ ഹാൻഡ്സ് വെച്ച് അതിൻ്റെ മേളിൽ കൂടെ ഈ ഹെഡ് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. So this one is my favorite part. Now we are going to design our frock, princess frock. Frock design ചെയ്യാനുള്ളത് പറഞ്ഞു തരാൻ കഴിയില്ല, നിങ്ങളത് കണ്ടോളൂ കേട്ടോ. ഇതിലൊക്കെ നിങ്ങൾ ഈ മെഷർമെൻറ്റ്സ് തന്നെ എടുക്കണമെന്നില്ല. കാരണം പലരുടെയും ഡോളിൻ്റെ സൈസൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഡ്രസ്സ് തയ്പ്പിക്കുമ്പോൾ നമ്മുടെ ബോഡി മെഷർമെൻറ്റ്സ് എടുക്കാറില്ലേ, അതേപോലെ തന്നെ നിങ്ങളുടെ ഡോളിൻ്റെയും ബോഡി മെഷർമെൻറ്റ് എടുത്തിട്ട് അതിനനുസരിച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
നെക്സ്റ്റ് ഹെയറിന് നമ്മൾ ഹെഡിൻ്റെ അതേ സൈസിലുള്ള ഹെഡിന് എത്രയാണോ നമ്മൾ എടുത്ത സൈസ് അതേപോലത്തെ ഒരു യെല്ലോ ക്രീപ്പ് പേപ്പർ യൂസ് ചെയ്യാം. നമ്മൾ പോണി ഹെയർ ആണ് വിചാരിച്ചിട്ടുള്ളത്, ഡോളിന് യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഹെയർ കട്ട് ചെയ്തിട്ട് അതൊരു റൗണ്ട് ഷേപ്പിൽ കർവ് ഷേപ്പിൽ അടിയിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്രീപ്പ് പേപ്പർ യൂസ് ചെയ്യുക ഹെയറിന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ബ്രൗൺ ആണ് വേണമെന്നുണ്ടെങ്കിൽ ബ്രൗൺ യൂസ് ചെയ്യുക. എൻ്റെ അടുത്ത് എനിക്ക് ബ്രൗൺ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ യെല്ലോ യൂസ് ചെയ്യുന്നത്. ബട്ട് ഇറ്റ്സ് ഓക്കെ ഫോർ മൈ ഡോഗ്. ഇനി നമ്മൾ മറ്റേതിൻ്റെ അതേ സെയിം സൈസിലുള്ള വേറൊരു ക്രീപ്പ് പേപ്പർ എടുത്തിട്ട് യെല്ലോ ക്രീപ്പ് പേപ്പർ എടുത്തിട്ട് മേളിൽ ത്രെഡ് വെച്ചിട്ട് ചുറ്റിയാണ് ചെയ്യുന്നത്. അത് ഈ വീഡിയോയിൽ കാണിച്ച പോലെ ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ത്രെഡ് വെച്ച് കെട്ടുക. എന്നിട്ട് ഇനി വീഡിയോയിൽ കാണിക്കുന്ന പോലെ കട്ട് ചെയ്യാം. റീഫിൽ എടുത്തിട്ട് ഹെയർ ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുക. ഈ പെന്നിൻ്റെ ഒക്കെ റീഫിൽ എടുത്തിട്ട് ഒന്ന് കേൾ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഹെയർ ആണെന്ന് വെച്ചാൽ അതേപോലെ വെച്ചാലും മതി. കേളായിരിക്കും കുറച്ചും കൂടി കാണാൻ രസം. ഇനി ആദ്യം എടുത്ത് വെച്ച ഹെയറിലൊരു ചെറിയൊരു ഹോൾ എടുത്തിട്ട് മറ്റേത് ആ ത്രെഡിൻ്റെ അറ്റം വരെ അതിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗം വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് അത് ഡോളിൻ്റെ ഹെഡിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. സോ ഏകദേശം നമ്മളത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ഹെയർ എടുത്തിട്ട് ഡോളിൻ്റെ മുമ്പിലോട്ടൊന്ന് ആക്കി കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഫ്രോക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ ഒരു ബോ ഉണ്ടാക്കണം ഫ്രോക്കിൻ്റെ ബാക്കിൽ വെക്കാൻ. അതിന് വേണ്ടിയിട്ട് പേപ്പർ 4 ഭാഗമാക്കി ഫോൾഡ് ചെയ്തിട്ട് സിക്സാക് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ നടുവിൽ ഒരു ചെറിയ പീസ് ഓഫ് പേപ്പർ എടുത്തിട്ട് അത് നടുവിലൊന്ന് ചുറ്റി കൊടുക്കുക. ഗമ്മു ഇട്ടിട്ട് ചുറ്റി കൊടുക്കുക. സോ ബോ റെഡിയായി. ഇനി ഫ്രോക്കിൻ്റെ ബാക്കിൽ നമ്മളതൊന്ന് അവിടെ ഗമ്മു വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾ ഹെയർ വെക്കുന്നതിന് മുമ്പ് ബോ വെക്കുന്നതായിരിക്കും നല്ലത്. ഞാനത് മറന്നു പോയതാണ്. അപ്പോൾ ഹെയർ വെക്കുന്നതിന് മുമ്പ് വെക്കുക കേട്ടോ. ബോ ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബോയിൻ്റെ ഒരു ചെറിയ സൈസ് എടുത്തിട്ട് ഹെയറിൻ്റെ ജോയിൻറ്റിൻ്റെ അവിടെ വെച്ച് കൊടുക്കുക. പിന്നെ വേറെ ഒരു യെല്ലോ പേപ്പർ എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഒരു വൃത്തികേടായി കിടക്കുന്നുണ്ട് ഹെയറിൻ്റെ. അപ്പോൾ അത് ഒന്ന് ഹെയർ സൈഡാക്കി എടുത്ത പോലെ നമ്മളൊരു പേപ്പർ വെച്ച് അവിടെ വെച്ച് കൊടുക്കുക, വീഡിയോയിൽ കാണിക്കുന്ന പോലെ. നമുക്ക് ഡോളിനൊരു സിൻഡ്രല്ല നെക്ലസ് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ചെറിയ പീസ് ഫ്രോക്കിൻ്റെ കളറിലുള്ള ഒരു ക്രീപ്പ് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. കഴുത്തിലൂടെ ഒട്ടിച്ച് കൊടുക്കുക.
വെക്കുകയാണെങ്കിൽ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയൊക്കെ വെക്കാം. ഞാനിവിടെ സിമ്പിളായിട്ടുള്ള മെത്തേഡ് ചെയ്തെന്നുള്ളൂ. ഫ്ലവേഴ്സൊക്കെ വെച്ച് നല്ല രസമുണ്ടാവും കാണാൻ. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഞാൻ ഡോളിൻ്റെ കയ്യിലൊരു ഫ്ലവറൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ക്ലിപ്പിൻ്റെ അടുത്ത് നിന്ന് മിസ്സായതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലവർ ഉണ്ടാക്കി കൊടുക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊന്ന് ഫോളോയും ചെയ്യുക. ഞാൻ ID-ൻ്റെ നെയിമോടെ എഴുതി കാണിക്കാം. അപ്പോൾ ഇത് സിമ്പിളല്ലേ, എല്ലാവർക്കും ഉണ്ടാക്കാം. ഈസി ആയിട്ട് ബർത്ത്ഡേ ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റാണ്. ഓക്കേ.